സിനിമ ഇപ്പൊ തുടങ്ങൂടാ. പെട്ടെന്ന് വന്ന് വാപ്പയുടെ സ്വഭാവം അങ്ങ് മാറിക്കളഞ്ഞറാ. എന്റെ വെളി ഇറങ്ങി പോലെ നിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ എന്തിനു ചെയ്യാനാണ്? നിന്റെ വാപ്പ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ഞാൻ തന്നെ അങ്ങയുടെ മോനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ 1.5 മണിക്കൂർ എടുത്ത്. തിളച്ച് നിക്കയാണ്. എന്നാ കുറച്ച് പച്ചവെള്ളം എടുത്ത് ഒഴിച്ചു വിടറാ. നിന്റെ സ്വാതന്ത്ര്യം നിനക്കില്ലേ? നിനക്ക് രാത്രി വീട്ടിനെ വെളിയിറങ്ങണ്ടേ? എന്റെ അടുത്ത് ഇറക്കി വിട്ടാണ് ഞാൻ 2 നിയമം പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ കേരളത്തിൽ ഏത് സർക്കാരാണെന്ന് പോലെ വാപ്പ അറിഞ്ഞൂടാ. ആ നിൽക്കുന്ന ആൾ നിന്റെ നിയമം ഒന്നും പറയാൻ പോവല്ലേ. ഇപ്പൊ ഞാൻ സ്നേഹിക്കുന്ന പെങ്കൊച്ചിനെ അവളെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കാൻ പോലും എനിക്ക് ഇത്ര റിസ്ക് ഇല്ല. അപ്പാടെ പെറത്തൊക്കെ ഇച്ചിരി പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് തടവിട്ട് എണ്ണയൊക്കെ കാലിൽ ഇട്ട് കൊടുത്ത് ഇറങ്ങി വാളിയാ. അളിയ ഒന്ന് വെയിറ്റ് ചെയ്യാം, ഞാൻ വാപ്പാടുത്തൊന്ന് ചോദിച്ചു നോക്കട്ടെ. വാപ്പ ഞാൻ ആശുപത്രിയോടെ പടം കാണാൻ പോക്കോട്ടാ. ആ അടിച്ചവന്റെ മുട്ടാലൊടിച്ച് സൂപ്പാക്കി 100 രൂപയ്ക്ക് വിറ്റ് കളയും. ഇറങ്ങി പോടാ. ഹലോ, എന്താണ് നിന്റെ വാപ്പ വിദ്യാഭ്യാസം ഇല്ലാത്ത പോലെ സംസാരിച്ച? ഗുണ്ടാടാ നിങ്ങളെ വീട്ടുകാരെല്ലാം കൂടെ. നിനക്ക് സിനിമയ്ക്ക് പോണോ? മറ്റേ CD എടുത്ത് വീട്ടിന്റെ അകത്തിരുന്ന് TV ഇട്ടിരുന്ന് കണ്ടു. പൊന്നൂസിനൊരു ഡയറി മിൽക്ക് വാങ്ങാൻ ഞാൻ കടയിൽ കയറി. അതിന്റെ വില കേട്ട് ഞാൻ പോപ്പിൻസിൽ ഒതുക്കി. അതിനും 5 രൂപ. എനിക്കും ഒരു പോപ്പിൻസ് വാങ്ങണം. പെണ്ണില്ലാത്ത നിനക്കെന്തിനാ പോപ്പിൻസ്?